Welcome to Semester 6, Paper 4, 59th lecture, Detailed Electronics and Computer Science Paper 4, BSc Main Physics students. Today we discuss 3 CPP programs. The first one is the program to find check Armstrong number. The second is to swap 2 numbers. The third is to reverse a number. അപ്പോൾ ഇത് BSc മെയിൻ ഫിസിക്സിൻ്റെ ക്ലാസ്സാണ്. ഡിജിറ്റൽ ഇലക്ട്രോണിക്സ് ആൻഡ് കമ്പ്യൂട്ടർ സയൻസ് പേപ്പർ CPP പ്രോഗ്രാം, C++ പ്രോഗ്രാം. ഇവിടെ 3 പ്രോഗ്രാമാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ഒന്ന്, ഒരു ഗിവൺ നമ്പർ ആംസ്ട്രോങ് നമ്പർ ആണോ ഇത് ചെക്ക് ചെയ്യുക. രണ്ടാമത് സ്വപ്പ് നമ്പേഴ്സ്. ഇപ്പോൾ 2 നമ്പർ ഉണ്ടെങ്കിൽ ഇപ്പോൾ A10 B20 ആണെങ്കിൽ നമ്പർ അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റുക, സ്വപ്പ് നമ്പേഴ്സ്. നമ്പർ 3 ടു റിവേഴ്സ് നമ്പറിൻ്റെ ഡിജിറ്റ് തിരിച്ച് എഴുതുന്ന ഒരു പ്രോഗ്രാം. ഇങ്ങനെ 3 പ്രോഗ്രാമാണ് ഇവിടെ നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ ഇതിലൂടെ ഈ പ്രോഗ്രാം അങ്ങ് കംപ്ലീറ്റ് ആക്കാമെന്ന് കരുതുകയാണ്. എന്നിട്ട് നമുക്ക് അടുത്ത ചാപ്റ്ററിലേക്ക് കിടക്കാം. കാരണം പ്രോഗ്രാം എത്ര വേണമെങ്കിലും ഉണ്ട്. പക്ഷേ ഈ പറയുന്നതൊക്കെയാണ് നേരത്തെ സിക്ക് ചോദിച്ചു കൊണ്ടിരുന്നത്. അതുകൊണ്ട് ഈ ഇത്രയും പ്രോഗ്രാം പഠിക്കുക. 1 2 പരീക്ഷയ്ക്ക് ചോദിക്കും. ഇപ്പോൾ പ്രോഗ്രാം നമുക്ക് ഈ ക്ലാസ് കൊണ്ട് അവസാനിപ്പിക്കാവുന്നതാണ്. So we start. The first program is C++ program to check Armstrong number. ഒരു സംഖ്യ തന്നാൽ അത് ആംസ്ട്രോങ് നമ്പർ ആണോ എന്ന് ചെക്ക് ചെയ്യണം. അപ്പോൾ സംഖ്യ ആംസ്ട്രോങ് നമ്പർ ആണോ എന്നറിയാനായിട്ട് എന്താണ് ആംസ്ട്രോങ് നമ്പർ എന്ന് നമ്മൾ മനസ്സിലാക്കണം. In this example, we will learn to check whether a number entered by the user is an Armstrong number or not. അപ്പോൾ തന്നിരിക്കുന്ന സംഖ്യ ആംസ്ട്രോങ് നമ്പർ ആണോ അല്ലയോ എന്ന് ചെക്ക് ചെയ്യുന്ന പ്രോഗ്രാം. എന്താണ് ഈ ആംസ്ട്രോങ് നമ്പർ? അപ്പം അത് മനസ്സിലാക്കുന്നത് ഇങ്ങനെയാണ്. ആംസ്ട്രോങ് നമ്പർ എന്താണ്? A positive integer is called an Armstrong number if ABCD equal to A raised to n plus B raised to n plus C raised to n plus D raised to n plus etc. എന്ന് എഴുതാൻ പറ്റണം. അതായത് ഒരു സംഖ്യ ആംസ്ട്രോങ് നമ്പർ ആണെങ്കിൽ ഇപ്പോൾ ABCD നമ്പർ വിചാരിച്ചോളൂ. ഇപ്പോൾ 1 2 3 4 1234. അതിൽ സംഖ്യ ഇപ്പോൾ A raised to n എത്ര ഓർഡർ ഉണ്ട് അത് ആ കണക്കിനാണ്. A raised to n plus B raised to n plus C raised to n plus D raised to n plus etc. എഴുതാൻ പറ്റണം. അപ്പോൾ അത് മനസ്സിലാക്കാനായിട്ട് കുറച്ചുകൂടി നമുക്ക് താഴോട്ട് വന്നിട്ട് എക്സാമ്പിൾ നോക്കുമ്പോൾ കുറച്ചുകൂടി കൃത്യമാകും. In the case of an Armstrong number of 3 digits, the sum of the cubes of each digit, ഇപ്പോൾ 3 digit ആണെങ്കിൽ ക്യൂബ് എടുക്കണം, 4 digit ആണെങ്കിൽ 4th പവർ എടുക്കണം. The sum of the cubes of each digit equal to the number itself. For example, 153 is an Armstrong number because ഇപ്പോൾ 153 ഒരു 3 digit നമ്പറാണ്. അതിനൊപ്പം തന്നെ അത് ആംസ്ട്രോങ് നമ്പറാണ്. എങ്ങനെയാണ് ആംസ്ട്രോങ് നമ്പർ ആവുമെന്ന് നോക്കി. 153 നമുക്ക് എഴുതാം. 153 is equal to 1 cubed. ഇപ്പോൾ 3 അക്കാവുള്ളത്. ആ 3 എന്നെന്ന് പറയുന്നത്. 1 cubed plus 5 cubed plus 3 cubed. അങ്ങനെ എഴുതാം നമുക്ക്. അതായത് ABC equal to A raised to 3 plus B raised to 3 plus C raised to 3 എന്ന് പറയുന്ന പോലെ. അല്ലെങ്കിൽ ABCD ആണെങ്കിൽ നമ്മൾ raised to 4 എന്ന് വരും. അപ്പോൾ എത്ര അക്കങ്ങളുണ്ട് അതാണ് എന്നെന്ന് പറയുന്നത്. ഇപ്പോൾ 153 is equal to 1 cubed. അതാണ് 1 star 1 star 1 എന്ന് എഴുതിയിരിക്കുന്നത്. സ്റ്റാർ ഇൻറ്റു ആണ്. പ്ലസ് 5 ക്യൂബ്ഡ് പ്ലസ് 3 ക്യൂബ്ഡ്. അപ്പോൾ ഇങ്ങനെ എഴുതി നമ്മൾ കൂട്ടിയാൽ ഈ 153 കിട്ടും. അപ്പോൾ ആ സംഖ്യ അതുകൊണ്ട് 153 ഒരു ആംസ്ട്രോങ് നമ്പറാണ്. ആംസ്ട്രോങ് നമ്പർ ഓഫ് 3 digits ക്യാൻ ബി റിട്ടൺ ആസ് ABC ഈക്വൽ ടു A raised to 3 പ്ലസ് B raised to 3 പ്ലസ് C raised to 3. ദാറ്റ് ഈസ് ദി മെത്തേഡ്. ഇതാണ് പ്രോഗ്രാം. ചെക്ക് ആംസ്ട്രോങ് നമ്പർ ഓഫ് 3 digits. 3 ഡിജിറ്റിൻ്റെ ആംസ്ട്രോങ് നമ്പർ ചെക്ക് ചെയ്യാണ്. അപ്പോൾ പ്രോഗ്രാമിൻ്റെ എല്ലാ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളും ആദ്യമേ പറയണം. ഹാഷ് ഇൻക്ലൂഡ് IO stream using namespace standard semicolon int main parenthesis opening brace int num means number, original number, comma reminder, comma result equal to 0 semicolon Cout less than quotation enter a 3 digit integer colon quotation semicolon
സി ഇൻ ഗ്രേറ്റർ ദാൻ നമ്പർ നം സെമിക്കോളൻ ഒറിജിനൽ നമ്പർ ഈക്വൽ ടു അല്ലെങ്കിൽ അസൈൻസ് ഈക്വൽ ടു വായിച്ചാൽ മതി. അസൈൻസ് ഒരു സമാണെങ്കിൽ അസൈൻസ്, രണ്ട് സമാണെങ്കിൽ ഈക്വൽ ടു. നമുക്ക് ഈക്വൽ ടു വായിക്കാം, നമുക്ക് പരിചയമുള്ള ലെറ്റായിട്ട് വായിച്ചാലും കുഴപ്പമൊന്നുമില്ല, പരിചയമുള്ള സിമ്പിളായിട്ട് വായിക്കാം. ഈക്വൽ ടു നം സെമിക്കോളൻ വൈൽ പാരന്തസിസ് ഒറിജിനൽ നമ്പർ ഒറിജിനൽ നമ്പർ അത് ഐ അല്ല, പിന്നെ എക്സ്ക്ലമേഷൻ മാർക്കാണ്. ഈക്വൽ ടു 0 പാരന്തസിസ് ഓപ്പണിംഗ് ബ്രേസ് ഒരു കമൻറ്റ് /2 റിമൈൻഡർ contains the last digit. Remainder contains the last digit. Remainder equal to original number percentage 10 semicolon. Semicolon result plus equal to remainder star remainder. 3 digit number ആയതുകൊണ്ടാണ് ഈ റിമൈൻഡർ സ്റ്റാർ 3 പ്രാവശ്യം കൊടുക്കുന്നത്. അടുത്തൊരു കമൻറ്റ് റിമൂവിങ് ലാസ്റ്റ് ഡിജിറ്റ് ഫ്രം ദി ഒറിജിനൽ നമ്പർ /equal to 10 semicolon closing brace if result parenthesis result equal to number parenthesis closed C out less than number less than quotation is an Armstrong number quotation semicolon else C out less than number less than quotation is not an Armstrong number quotation semicolon return 0 semicolon closing brace. അപ്പോൾ ഇതിൻ്റെ ഔട്ട്പുട്ട് നമ്മൾ റൺ ചെയ്യുമ്പോൾ കിട്ടുന്ന ഇതാണ്. എൻ്റർ എ പോസിറ്റീവ് ഇൻറ്റിജർ നമ്മൾ 371 എൻ്റർ ചെയ്യുകയാണ്. 371 ഈസ് എൻ ആംസ്ട്രോങ് നമ്പർ. കാരണം 371നെ നമുക്ക് 3 ക്യൂബ്ഡ് പ്ലസ് 7 ക്യൂബ്ഡ് പ്ലസ് 1 ക്യൂബ്ഡ് എന്ന് എഴുതാവുന്നതാണ്. each iteration of the loop the cube of the last digit of original number is added to the result. Look here we entered a number of 371. We will get the result 371 is an Armstrong number because 3 cubed plus 7 cubed plus 1 cubed is 371. That is the reason. In the program we iterate repeat through the while loop until original number is 0. In each iteration of loop the cube of the last digit of original number, that is variable, is added to the result. One more point to remember, in the program we iterate repeat നടത്താം, ആവർത്തിച്ച് ചെയ്യുക, അതിനാണ് ഇറ്ററേഷൻ എന്ന് പറയുന്നത്. We iterate through the while loop until original number is 0. In each iteration of the loop the cube of the last, that is the step is repeated. Remainder original number percentage 10 result plus equal to remainder star remainder. ക്യൂബ് എടുക്കുന്ന കാര്യം പറയുക. ഇനി അടുത്ത ഒരു പ്രോഗ്രാം പറയുകയാണ്, C++ പ്രോഗ്രാം ടു സ്വാപ്പ് ടു നമ്പേഴ്സ്. സ്വാപ്പ് എന്ന് പറഞ്ഞാൽ ഇപ്പോൾ A10 ആണെങ്കിൽ B20 ആണെങ്കിൽ B10 A20 എന്ന് പറയുന്ന രീതി, അങ്ങോട്ടും ഇങ്ങോട്ടും സംഖ്യകൾ വെച്ച് മാറുന്ന രീതി വേരിയബിളിനെ, അതിനാണ് സ്വാപ്പ് എന്ന് പറയുന്നത്. ദിസ് എക്സാമ്പിൾ കണ്ടെയ്ൻസ് 2 different techniques to swap numbers in C programming, C or C++. The first program uses temporary variable to swap numbers, whereas the second program does not use temporary variables. രണ്ട് തരം പ്രോഗ്രാം ഉണ്ട്. നമ്മൾ ടെമ്പററി വേരിയബിൾ വെച്ചുള്ള പ്രോഗ്രാം മാത്രമേ പറയുന്നുള്ളൂ. ഒരു മെത്തേഡ് പിടിച്ചാൽ മതി, അല്ലാതെ തന്നെ ധാരാളമാണ്. swap numbers using temporary variables. അപ്പോൾ ആദ്യത്തെ ബേസിക് കാര്യങ്ങളൊക്കെ അറിയാമല്ലോ, എല്ലായിടത്തും ഏതാണ്ട് ബേസിക് കാര്യങ്ങൾ, അത് മറന്നു പോരുത്. ഹാഷ് ഇൻക്ലൂഡ് IO stream using names with standard int main. ഇവിടെ മാത്ത് ഫയലൊന്നും വേണ്ട, കാരണം വളരെ സിമ്പിളാണ് കേസ്. ഓപ്പണിംഗ് ബ്രേസ് int A assigns 5, int B assigns 10, ടെമ്പററി വേരിയബിൾ സെമിക്കോളൻ. ഇവിടെ A 5 ആണ്, B 10 ആണ്. നമ്മൾ ചെയ്യാൻ പോകുന്നത്
ബി 5 ആകും, എ 10 ആകും. അതിനാണ് സ്വാപ്പിംഗ് എന്ന് പറയുന്നത്. ആ വേരിയബിൾ വാല്യൂസ് ചേഞ്ച് ചെയ്യുന്ന രീതിയെ വിളിക്കുന്ന പേരാണ് സ്വാപ്പിംഗ്. C out less than quotation before swapping, quotation less than end line semicolon. C out less than quotation A equal to quotation less than A less than quotation comma B equal to quotation less than B less than NDL semicolon temp equal to A semicolon A equal to B semicolon B equal to temp semicolon. C out less than quotation backslash a new line after swapping quotation less than end line semicolon. C out less than quotation A assigns quotation less than A less than quotation B assigns quotation less than B less than end line semicolon return 0 semicolon ക്ലോസിംഗ് ബ്രേസ്. ഇതാണ് പ്രോഗ്രാം. ഇവിടെ എന്ത് സംഭവിക്കും എന്ന് നമുക്ക് നോക്കാം. ഔട്ട്പുട്ട് റൺ ചെയ്യുമ്പോൾ നമ്മൾ കാണുന്ന ഒരു കാര്യമാണ് പറയുന്നത്. ഔട്ട്പുട്ട് ബിഫോർ സ്വാപ്പിംഗ് A = 5 B = 10 നമ്മൾ അങ്ങനെയാണ് കൊടുത്തത്. ആഫ്റ്റർ സ്വാപ്പിംഗ് A = 10 B = 5 അങ്ങോട്ടും ഇങ്ങോട്ടും വെച്ച് മാറും സംഖ്യകൾ. അതിനെ നമ്മൾ സ്വാപ്പിംഗ് എന്ന് പറയും. അപ്പോൾ അതിനൊരു കമൻ്റായിട്ട് നമ്മളൊരു സെൻറ്റൻസ് കൊടുക്കുന്നുണ്ട്. ഇത് ടു പെർഫോം സ്വാപ്പിംഗ് ഇൻ എബവ് എക്സാമ്പിൾ 3 വേരിയബിൾസ് ആർ യൂസ്ഡ്. ദ കണ്ടൻസ് ഓഫ് ദി ഫസ്റ്റ് വേരിയബിൾ ഈസ് copied into the temp variable. Then the contents of the second variable is copied into the first variable. Finally, the contents of the temporary variable is copied back to the second variable, which completes the swapping process. അർത്ഥം മനസ്സിലായല്ലോ. The contents of the first variable is copied into the temp variable. First variable value temp variable കൊടുക്കും. Then the contents of the second variable is copied to the first variable. Second variable content first variable കൊടുക്കും. Finally, the contents of the temp variable is copied back to the second variable. Temp variable value നമ്മൾ second variable മാറ്റും, which completes the swapping process. ഈ മൂന്നാമത്തെ പ്രോഗ്രാമാണ് ഇവിടെ പറയുന്നത്. C++ പ്രോഗ്രാം ടു റിവേഴ്സ് എ നമ്പർ. Example to reverse an integer entered by the user in C++ programming. This problem is solved by using while loop in this example. While loop വെച്ചിട്ടാണ് നമ്മളിവിടെ ഈ റിവേഴ്സ് ചെയ്യുന്നത്. C++ program to reverse an integer. R should include IOStream using namespace standard int main parenthesis opening brace int n. Reverse reversed number equal to 0, reminder semicolon. C out less than quotation enter an integer quotation closed semicolon. C in greater than n semicolon while equal to parenthesis n exclamation sign equal to 0 opening brace reminder equal to n%10 semicolon. Reversed number equal to reversed number star 10 plus reminder semicolon n slash equal to 10 semicolon closing brace. C out less than reversed number equal to quotation less than reversed number semicolon return 0 semicolon closing brace. എല്ലായിടത്തും റിട്ടേൺ 0 ക്ലോസിംഗ് ബ്രേസ് ഉണ്ട് കേട്ടോ. അത് പ്രത്യേകം ഓർത്തോളൂ. എല്ലാ പ്രോഗ്രാമിലും റിട്ടേൺ 0 ക്ലോസിംഗ് ബ്രേസ്. ആ ഓപ്പണിങ്ങിൽ ഒരു 3 ലൈൻ,
ഇവിടെ ഈ 2 ലൈൻ ഒക്കെ പ്രത്യേകം ഓർത്തിരിക്കണം. ഓരോ പ്രോഗ്രാം എഴുതുമ്പോൾ കോമൺ ആണതല്ല, അതെഴുതിയാലും കുറച്ച് മാർക്ക് കിട്ടുമായിരിക്കും. ഔട്ട്പുട്ട് എൻ്റർ ആ ഇൻറ്റിജർ, ഒരു സംഖ്യ കൊടുക്കാൻ പറയുകയാണ്. നമ്മൾ 1 2 3 4 5 എളുപ്പത്തിന് വേണ്ടി കൊടുക്കുകയാണ്. റിവേഴ്സ് നമ്പർ 5 4 3 2 1 ഇങ്ങനെ തരും. ഈ പ്രോഗ്രാം റൺ ചെയ്യുമ്പോൾ നമ്പേഴ്സ് തിരിച്ചു തരും, സ്വാപ്പ് ചെയ്യും. അപ്പോൾ അതിന് ഒരു ചെറിയ ഒരു നോട്ട് നമ്മൾ എടുക്കാൻ പറയുകയാണ്. എൻ്റർ നമ്പർ. അപ്പോൾ ഇത് പ്രോഗ്രാം മേക്സ് ആൻ ഇൻറ്റിജർ ഇൻപുട്ട് ഫ്രം ദ യൂസർ ആൻഡ് സ്റ്റോഴ്സ് ഇറ്റ് ഇൻ വേരിയബിൾ n. Then the while loop is iterated until n exclamation equal to 0 is false. In each iteration എന്നാണ് കറക്റ്റ്. നമുക്ക് iteration വായിക്കാൻ കുറച്ച് എളുപ്പമുണ്ട്. In each iteration in the reminder when the value of n is divided by 10 is calculated, reverse number is computed and the value of n is decreased tenfold. So that is solved with your 59th class. In the next class, with this we complete C++. C++ൽ ഇനിയും കുറേ പ്രോഗ്രാമൊക്കെ ഉണ്ട്. നമുക്ക് പഠിക്കാവുന്ന എത്ര വേണമെങ്കിലും. അപ്പോൾ നിങ്ങൾക്ക് കൂടുതൽ പഠിക്കണമെങ്കിൽ ഏതെങ്കിലും ഒരു ടെസ്റ്റ് നോക്കിയോ ഒക്കെ പഠിക്കാവുന്നതാണ്. ഇനി എന്തെങ്കിലും പ്രോഗ്രാം അഡീഷണൽ ആയിട്ട് വേണമെങ്കിൽ പറഞ്ഞാൽ മതി, ഞാൻ അടുത്ത ക്ലാസ്സുകൾ തരുന്നതായിരിക്കും. ഏതെങ്കിലും പ്രോഗ്രാം അല്ലെങ്കിൽ ഇത്രയും പഠിച്ചാൽ തന്നെ 1 2 കിട്ടുമായിരിക്കും പരീക്ഷ, അങ്ങനെ വിചാരിക്കുക. അപ്പോൾ ഇനി നമുക്കൊരു ലാസ്റ്റ് ചാപ്റ്റർ ബാക്കിയുണ്ട്. മൈക്രോ പ്രോസസ്സർ, MPU, മൈക്രോ പ്രോസസ്സർ യൂണിറ്റ്. അതിൽ നിന്നൊരു എസ്സേ മുമ്പ് ചോദിച്ചിട്ടുള്ളതാണ്. കഴിഞ്ഞ കൊല്ലത്തെ സിലബസ് അല്ല, അതിന് മുമ്പുള്ള സിലബസിൽ ഇതുണ്ടായിരുന്നു. കഴിഞ്ഞ പോലെ സിലബസിൽ നമുക്ക് കമ്പ്യൂട്ടർ മാത്തമാറ്റിക്സ് അത് മാറ്റിയിട്ടാണ് ഈ മൈക്രോ പ്രോസസ്സർ കൊടുത്തിരിക്കുന്നത്. അപ്പോൾ മൈക്രോ പ്രോസസ്സർ നേരത്തെ ഉണ്ടായിരുന്നതാണ് 8085 മൈക്രോ പ്രോസസ്സർ, അത് വീണ്ടും വന്നിരിക്കുകയാണ്. അപ്പോൾ ആ ചാപ്റ്ററാണ് അടുത്ത ക്ലാസ് മുതൽ നമ്മൾ എടുക്കുന്നത്. മൈക്രോ പ്രോസസ്സർ എന്നാണ് അതിൻ്റെ പേര്. അത് പറയും. അപ്പോൾ C++ നിങ്ങൾക്ക് ഇനിയും ഏതെങ്കിലും പ്രോഗ്രാം വേണമെന്ന് തോന്നുന്നു എങ്കിൽ അറിയിച്ചാണ്. താങ്ക് യു വെരി മച്ച്.